പറഞ്ഞോളൂ. അതായത് നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം കാഴ്ചയിൽ പെട്ടുപോകരുത്. കാണുന്ന ആരാണ്? കാണുന്ന ആൾ എപ്പോഴും ഉണ്ടാകണം. ആ കാണുന്ന ആൾ ആക്റ്റീവ് ആകുന്ന ഭാഗമാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതായത് നമ്മൾ എല്ലാമായിട്ട് ഒരു സ്റ്റിമുലേഷൻ നടക്കുകയും ഒരു കറസ്പോണ്ടൻസാണ് നടക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മളും നമ്മളുടെ സോഴ്സുമായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മളിലുണ്ടാക്കേണ്ട ചേഞ്ചസ് സോഴ്സാണ് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ തീരുമാനിച്ച ചേഞ്ചസ് ഉണ്ടാകത്തില്ല. നമ്മൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വെറും ഒരു സ്റ്റിമുലേഷൻ മാത്രമേ നടക്കുന്നത്. ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്റ്റിമുലേഷൻ മാത്രമാണ് കിട്ടുന്നത്. അതല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഏകദേശം സെറ്റാവുന്ന രീതിയിൽ നോക്കുവാണ്. വെയില് നല്ല വെയിലല്ലേ? ഇതുവരെ നിങ്ങൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചു. അതെ, കമ്മ്യൂണിക്കേഷൻ നമ്മൾ പരസ്പരം ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇതുമായിട്ട് സമാനതയുള്ളത് കൊണ്ട് അവിടെ റെസൊണേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പം അമ്മയും കുഞ്ഞും എന്താണ്? അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ പരസ്പരം അവിടെ ഒരു തുല്യതയുണ്ട്. ആ തുല്യതയിൽ എത്തുമ്പോഴാണ് അവിടെ നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗം അനുഭവത്തിൽ വരുന്നത്. നമുക്ക് ഫർദർ ലൈഫിൻ്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് ആ ലൈഫ് അടുത്ത ലെവലിലോട്ട് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഴ്സുമായിട്ടുള്ള കണക്ഷനാണ്. നമ്മുടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നൊരു ഭാഗം അത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നേ ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് പരസ്പരമുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതുണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മളെ തെറ്റായിട്ടാണ് അറിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ അറിവ് തുടർച്ച ഉള്ളതല്ലെങ്കിൽ, അറിവിനെപ്പോഴും തുടർച്ച ഉണ്ടാകണം. നമ്മുടെ അനുഭവം, അറിവല്ല അനുഭവത്തിന് തുടർച്ച ഉണ്ടാകണം. തുടർച്ചയില്ലാത്ത അനുഭവത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അനുഭവിക്കണം. ആരെ അനുഭവിക്കണം? ഞാൻ എന്നെ കൃത്യമായിട്ട് അനുഭവിക്കണം. ആ അനുഭവിക്കുന്നതാണ് നമ്മൾ പരസ്പരം സംസാരിക്കുകയും ജോലി ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവരവരെ അനുഭവിക്കുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും എന്തുണ്ടെന്നുള്ള ഭാഗമല്ല. അവർക്ക് എന്തുണ്ടായാലും ഇല്ലെങ്കിലും എന്നൊരു വിഷയമില്ല. അവരുള്ളതിനെ അവർ തിരിച്ചറിയുന്നില്ല. പക്ഷെ അവിടെയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിനാണ് ഉണ്ടെന്നുള്ള ഭാഗം ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവിടെയാണ് പ്രശ്നം വരുന്നത്. എടുത്തോട്ടായില്ല.